നമസ്കാരം. ഒരു പകലിൻ്റെ സമഗ്രമായ വാർത്താ ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4ാം ഘട്ടത്തിൽ മോദിക്ക് വെല്ലുവിളിയേറുന്നു. മോദി ഗ്യാരണ്ടിക്ക് ബദൽ കെജ്രിവാളിന്റെ ഗ്യാരണ്ടി. 75 വയസ്സ് പിന്നിട്ട മോദി എങ്ങനെ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്ന് പരിഹാസം. 96 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. മാപ്പു പറഞ്ഞാൽ തീരുന്നതാണോ ആർഎംപി നേതാവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശം? കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് ഡിവൈഎഫ്ഐയുടെ പരാതി. കേസെടുക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷനും. KS ഹരിഹരനെ തള്ളിപ്പറഞ്ഞ് വിവാദം അവസാനിപ്പിക്കാൻ UDF. നാവു പിഴയെന്ന് ഹരിഹരന്റെ വിശദീകരണം. കരമന അഖിൽ കൊലക്കേസ് പ്രതികളിൽ 2 പേർ പിടിയിൽ. ഒരാൾക്കായി തെരച്ചിൽ ശക്തം. തൃശൂരിൽ യുവാവിനെ നടുറോഡിൽ ആക്രമിച്ച 4 പേർ അറസ്റ്റ്. വേനൽ ചൂടിന് ആശ്വാസം. സംസ്ഥാനത്ത് പരക്കെ മഴ മുന്നറിയിപ്പ്. നാളെ 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മഴ മുന്നിൽ കണ്ട് നിലമൊരുക്കി പാലക്കാടൻ ഗ്രാമങ്ങൾ. മഴ കനത്തതോടെ വൈദ്യുതി ഉപഭോഗവും കുത്തനെ കുറഞ്ഞു. പുനലൂരിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം പടരുന്നു. ഒരാൾ കൂടി മരിച്ചു. നാളെ നിലമ്പൂരിൽ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര യോഗം. പത്തനംതിട്ടയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കള്ളിംഗ് നടപടി ഉടൻ തുടങ്ങും. ജോയിന്റ് കൗൺസിൽ അംഗത്തിനെതിരായ തിരുവനന്തപുരം കളക്ടറുടെ നടപടിയിൽ വലിയ പ്രതിഷേധം. നാളെ കളക്ടറേറ്റുകളിലേക്ക് മാർച്ച്. ജനാധിപത്യം മതി, രാജവാഴ്ച വേണ്ടെന്ന് ഭരണാനുകൂല സംഘടന. +1 സീറ്റ് വിവാദം ചർച്ചയാക്കാൻ മുസ്ലിം ലീഗ്. മലബാറിൽ മതിയായ സീറ്റ് അനുവദിച്ചില്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്ന് സാദിഖ് അലി തങ്ങൾ. സർക്കാരിന് മുസ്ലിം വിരുദ്ധതയുണ്ടെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമമെന്ന് KT ജലീൽ. മാത്യു കുഴൽനാടന്റെ ഭൂമി കയ്യേറ്റ വിവാദം വീണ്ടും ചർച്ചയാക്കാൻ CPM. ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം. കയ്യേറ്റക്കാരെ രക്ഷപ്പെടുത്താൻ കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്ന ആരോപണം. സമരത്തിനൊരുങ്ങി CPM ഇടുക്കി ജില്ലാ നേതൃത്വം. കിടക്കാം നമുക്ക് വിശദമായി ഇന്നത്തെ വാർത്താ ചിത്രം എന്തായിരുന്നു എന്നത്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് നാളെ ഒരു നിർണായകമായ ദിവസമാണ്. കാരണം നാളെ 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ആന്ധ്രാപ്രദേശിനും തെലങ്കാനയും ജനവിധി നേടും. അധീർ രഞ്ജൻ ചൗധരി, അഖിലേഷ് യാദവ്, മഹുവ മൊയ്ത്ര, YS ശർമിള, അസറുദ്ദീൻ ഒവൈസി, യൂസഫ് പഠാൻ എന്നിവരാണ് ജനവിധി നേടുന്ന നാളത്തെ പ്രമുഖർ. വിശദാംശങ്ങളുമായി കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയ ശേഷം പ്രധാനമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്താവനകളുമായി രംഗത്തെത്തിയ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. എന്താണ് വിവിധ മണ്ഡലങ്ങളിലെ സാഹചര്യം, അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം? സജിത്ത്, ഇതുവരെ ജയിലിലായിരുന്ന കെജ്രിവാൾ അല്ല ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വന്ന കെജ്രിവാൾ ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. മോദിക്ക് ബദലായി നിന്നുകൊണ്ട്, മോദി ഗ്യാരണ്ടിക്ക് ബദലായി കെജ്രിവാളിന്റെ ഗ്യാരണ്ടികൾ അവതരിപ്പിച്ചിരിക്കുന്നത് ജനപ്രിയ ഗ്യാരണ്ടികളാണ്. നമുക്ക് അത്തരം രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് പ്രാഥമികമായി നാളത്തെ തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങളിലേക്ക് കടക്കാം. ആദ്യം 4ാം ഘട്ടത്തിൽ നാളെ നടക്കുന്ന മെയ് 13 നടക്കുന്ന 4ാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളുമുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടെടുപ്പ് നടക്കുന്നത് മണ്ഡലങ്ങൾ ആന്ധ്രാപ്രദേശിലാണ്. അതോടൊപ്പം തന്നെ തെലങ്കാനയിലെ 17, പഴയ ആന്ധ്രാപ്രദേശിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത് മെയ് 13 ഉത്തർപ്രദേശിലെ 13 മണ്ഡലങ്ങൾ, മഹാരാഷ്ട്രയിലെ 11 മണ്ഡലങ്ങൾ. ഉത്തർപ്രദേശിലെ 13 മണ്ഡലങ്ങളിൽ സ്ഥിരമായി അഖിലേഷ് യാദവ് ജയിക്കുന്ന കനൌജ് അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട്. അഖിലേഷും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവുമടക്കം മുലായം സിംഗ് യാദവും അടക്കം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് കനൌജ്. ആ മണ്ഡലത്തിലെ അടക്കം വോട്ടെടുപ്പ് നാളെയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ബംഗാളിലെ 8 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ബംഗാളിൽ അധീർ
അധീർ രഞ്ജൻ ചൗധരി, കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ കൂടിയായ അധീർ രഞ്ജൻ ചൗധരി മത്സരിക്കുന്ന ബെഹ്റാംപൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. ബെഹ്റാംപൂരിൽ അധീർ രഞ്ജൻ ചൗധരിക്ക് എതിരാളിയായിരിക്കുന്നത് യൂസഫ് പദാനാണ്. യൂസഫ് പദാനെ ഇറക്കിക്കൊണ്ട് അധീർ രഞ്ജൻ ചൗധരി കഴിഞ്ഞ 5 തവണയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഈ ബെഹ്റാംപൂരിലെ നിയമസഭാ മണ്ഡലങ്ങളിലാകെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും കോൺഗ്രസ് ജയിക്കുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് ആണ് 6 ജയിച്ചത്, ഒരിടത്ത് BJP ആണ് ജയിച്ചത്. പക്ഷേ അധീർ രഞ്ജൻ ചൗധരിയെ സംബന്ധിച്ചിടത്തോളം ബെഹ്റാംപൂരിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ജനകീയ നേതാവാണ്. 1999 മുതൽ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസിന്റെ വെന്നിക്കൊടി നാട്ടിയ നേതാവ് കൂടിയാണ് അധീർ രഞ്ജൻ ചൗധരി. ഇത്തവണ അധീർ രഞ്ജൻ ചൗധരിയെ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് യൂസഫ് പദാനെ മമതാ ബാനർജി അവതരിപ്പിച്ചിരിക്കുന്നത്. അധീർ രഞ്ജൻ ചൗധരി ഇപ്പോൾ പുതിയൊരു ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളെങ്കിലും ധാരണയിലാണ് നീങ്ങുന്നത് എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു. ബംഗാളിനെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള 8 മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ്. മറ്റൊന്ന് മധ്യപ്രദേശിലെ 8 മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ബീഹാറിലെ 5 മണ്ഡലങ്ങളിൽ, ജാർഖണ്ഡിലെ 4 മണ്ഡലങ്ങളിൽ, ഒഡീഷയിലെ 4 മണ്ഡലങ്ങൾ, ജമ്മു കാശ്മീരിലെ 1 മണ്ഡലം. ഇങ്ങനെയാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതുവരെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രീതിയിൽ നിന്ന് ആ പ്രചരണത്തിന്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് നരേന്ദ്രമോദി മുന്നേറുകയാണെങ്കിൽ മറുഭാഗത്ത് ഇപ്പോൾ കെജ്രിവാളാണ്. രാഹുൽ ഗാന്ധിയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്നത് കെജ്രിവാളാണ്. 50 ദിവസം ജയിലിൽ കിടന്ന കെജ്രിവാൾ പുറത്തിറങ്ങി വരുമ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി വരികയും മോദിയെ തന്നെ നേരിട്ട് വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടികൾ അവതരിപ്പിക്കുകയാണ്. കെജ്രിവാൾ ഗ്യാരണ്ടി അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മോദിയുടെ ഗ്യാരണ്ടിയാണോ കെജ്രിവാളിന്റെ ഗ്യാരണ്ടിയാണോ ഏതാണ് വിശ്വാസമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ്. ഏറ്റവും പ്രധാനം, ജനങ്ങൾക്ക് സൗജന്യമായി വൈദ്യുതി നൽകും. 200 യൂണിറ്റ് വരെ പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതി. 24 മണിക്കൂറും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും വൈദ്യുതി എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിലടക്കം വൈദ്യുതി ഇപ്പോഴും ദിവസത്തിന്റെ പല മണിക്കൂറുകളിലും ഇല്ലാത്ത സ്ഥലങ്ങളിലടക്കമാണ് 24 മണിക്കൂറും വൈദ്യുതി എത്തിക്കുമെന്നും ഇന്ത്യക്ക് 3 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്നും എങ്ങനെയാണോ താനത് പഞ്ചാബിലും അതോടൊപ്പം തന്നെ ഡൽഹിയിലും തെളിയിച്ചത് അത് ഇന്ത്യ ആകെ നടപ്പാക്കുമെന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ടത് ഡൽഹിയിൽ അദ്ദേഹം നടപ്പാക്കിയ സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ പദ്ധതി, വിദ്യാഭ്യാസ രീതി ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് ഉയർത്തും. അല്ലെങ്കിൽ ഏത് അൺഎയ്ഡഡ് സ്കൂളുകളിലെ അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകളുടെയൊക്കെ വിദ്യാഭ്യാസ നിലവാരത്തെക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് സർക്കാർ സ്കൂളുകളുടെ വിദ്യാഭ്യാസ പദ്ധതി ഇന്ത്യ ആകെ വ്യാപിപ്പിക്കും എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം അഗ്നിവീർ നിർത്തലാക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ MSP മിനിമം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചുള്ള MSP കർഷകർക്ക്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകർക്ക് ഉയർന്ന താങ്ങുവില, അവരുടെ കാർഷിക വിളകളുടെ ചെലവിന്, ഉൽപ്പാദനത്തിൽ ചെലവിന് ആനുപാതികമായ താങ്ങുവില നൽകണമെന്നുള്ള സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കും. കർഷക സംഘടനകളടക്കം ഈ കഴിഞ്ഞ സമരത്തിലടക്കം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇത് നടപ്പാക്കും എന്നും കെജ്രിവാൾ പറയുന്നുണ്ട്. അങ്ങനെ കെജ്രിവാൾ ഈ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തെ തന്നെ മറ്റൊരു ഗ്യാരണ്ടി കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് മാറ്റുന്നു. അതോടൊപ്പം തന്നെ തന്ത്രപരമായ മറ്റൊരു രാഷ്ട്രീയ മുദ്രാവാക്യം കൂടി കെജ്രിവാൾ ഒരു ചോദ്യം കൂടി BJPക്ക് നേരെ വെക്കുന്നു. 75 വയസ്സ് കഴിഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം 2014 ഒഴിവാക്കിക്കൊണ്ടാണ് മോദിയുടെ നേതൃത്വത്തിൽ പുതിയൊരു BJPക്ക് പുതിയൊരു നേതൃത്വം വന്നത്. അങ്ങനെയാണ് അന്ന് പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന LK അദ്വാനിയും മുരളി മനോഹർ ജോഷി അടക്കമുള്ളവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയത്. അത് ഈ മോദിക്കും അടുത്ത സെപ്റ്റംബറിൽ 75 വയസ്സുകയാണ്. അപ്പോൾ മോദി വിരമിക്കാൻ പോവുകയാണ്. അവിടെ അമിത്ഷായാണ് അടുത്ത പ്രധാനമന്ത്രിയായി വരുന്നത്. മോദിയുടെ ഗ്യാരണ്ടി അമിത്ഷാ പാലിക്കും. അങ്ങനെ BJPക്കകത്തേക്ക് കടന്നു കയറിക്കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ തരുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് ആവർത്തിച്ച് പറയേണ്ട മോദി തന്നെ തുടരുമെന്ന് ആവർത്തിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അത്തരമൊരു തന്ത്രപരമായ രാഷ്ട്രീയം കൂടി മുന്നോട്ട് വെക്കുന്നു. എന്തായാലും വരുന്ന ഈ ഘട്ടങ്ങളെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കിരൺ സൂചിപ്പിച്ചതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. നാളത്തെ ദിവസം നിർണായകമാണ്. 4ാം ഘട്ട വോട്ടെടുപ്പിൽ നിർണായകമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോഴുള്ള രാഷ്ട്രീയ ചിത്രമല്ല. ആ ചിത്രത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നു. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ മോചനത്തിന് ശേഷം രാഷ്ട്രീയ പോർമുഖത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാകുന്നു. പുതിയ മുദ്രാവാക്യങ്ങളുണ്ടാകുന്നു. നാളെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ പ്രമുഖർ ജനവിധി തേടുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെജ്രിവാൾ തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷ നിരയിലെ ആയുധം മുഖ്യമായും പുറത്തിറക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടിക്ക് പകരം ഗ്യാരണ്ടിയുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വരികയാണ്. മോദി ഇതുവരെ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും ഏത് ഗ്യാരണ്ടി വിശ്വാസത്തിലെടുക്കണമെന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാമെന്നും കെജ്രിവാൾ പറഞ്ഞു. മോദി റിട്ടയർ ചെയ്താൽ 6 ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുന്നു. हमने जितनी गारंटी दी थी सारी गारंटी पूरी की. तो एक तरफ है मोदी की गारंटी, एक तरफ है केजरीवाल की गारंटी. मोदी की गारंटी का हम देख चुके हैं कि मोदी की गारंटी यकीन करने का लायक नहीं है. और अब तो अगले साल चूंकि मोदी जी रिटायर होंगे तो उनकी रिटायरमेंट के बाद मोदी की गारंटी कौन पूरी करेगा इसका भी कोई वो नहीं है. और केजरीवाल की गारंटी, केजरीवाल यही है, कहीं नहीं जा रहा. तो केजरीवाल की गारंटी पूरी करने की गारंटी केजरीवाल लेता है.
मैं हवा में गारंटी नहीं देता, केजरीवाल की गारंटी एक ब्रांड है मार्केट के अंदर। ഇന്ന് കേരളം പകൽ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിൽ ഉയർന്ന അശ്ലീല വീഡിയോ വിവാദത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി RMP നേതാവ് KS ഹരിഹരൻ. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയാണ് RMP നേതാവ് KS ഹരിഹരൻ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയത്. പ്രസംഗം വിവാദമായതോടെ ഹരിഹരൻ സമൂഹ മാധ്യമത്തിലൂടെയും പിന്നീട് ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങളിലൂടെയും ഖേദം പ്രകടിപ്പിച്ചു. ഹരിഹരനെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. UDF-ഉം RMP-യും ചേർന്ന് വടകരയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും അത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തുടങ്ങിയവരും വേദിയിലിരിക്കെയാണ് ഹരിഹരന്റെ വിവാദ പരാമർശം ഉയർന്നത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധമുയർന്നതോടെ ഹരിഹരൻ ഫേസ്ബുക്കിൽ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു. പൊതുപ്രസംഗം നടത്തുമ്പോൾ കയറി വരുന്ന ചില തെറ്റായ പ്രയോഗങ്ങളോ ധാരണകളോ ഒക്കെ ഉണ്ടാവും. അത് ബോധപൂർവ്വം അല്ല, നമ്മുടെ ഉള്ളിലുള്ള അബോധമായ ഒരു സംഗതി കയറി വരികയാണ്. നമുക്കത് അന്നേരം ബോധ്യപ്പെടണമെന്നില്ല. വിമർശനങ്ങൾ ഞാൻ സ്വീകരിക്കുകയും മാനസികമായിട്ട് വരുത്തേണ്ട അല്ലെങ്കിൽ നമ്മുടെ ധാരണകളിൽ, രാഷ്ട്രീയ ധാരണകളിൽ വരുത്തേണ്ട അഴിച്ചുപണി നടത്തുകയും ചെയ്യാന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്നത്. ഞാൻ ആ വിമർശനങ്ങളെ മുഴുവൻ സ്വീകരിക്കുകയാണ്. എന്നാൽ ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് KK രമ രംഗത്തെത്തി. ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത വിമർശനമാണിതെന്നും തെറ്റ് മനസ്സിലാക്കി ഹരിഹരൻ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് വിവാദത്തിന് പ്രസക്തിയില്ലെന്നും രമ പ്രതികരിച്ചു. ഇത്തരത്തിലൊരു പരാമർശത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഈ പരാമർശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സഖാവ് ഹരിഹരൻ അതിനെ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണുകയാണ്. ആ പരാമർശം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു. ഹരിഹരന്റെ പ്രസ്താവന UDF അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയപ്പോൾ പ്രസ്താവന 100% അനുചിതമായെന്ന് ഷാഫി പറമ്പിലും പറഞ്ഞു. 100% അനുചിതമായ ഒരു പ്രയോഗമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നത്. ഒരു പൊതു ഇടത്തിലോ സ്വകാര്യ സംഭാഷണത്തിലോ ഒരു പ്രസംഗത്തിലോ എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ഉണ്ടാവാൻ പാടില്ലാത്ത ചിന്തകളുമാണ് ആ പ്രസംഗത്തിൽ കടന്നുകൂടിയത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മറച്ചു വെക്കാനില്ല. സംഭവത്തിൽ ഹരിഹരനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചു. കോൺഗ്രസ് എത്തിപ്പെട്ട അങ്ങേയറ്റം അധമമായ ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ശക്തമായ നിയമനടപടി സ്വീകരിക്കും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ശക്തമായി പറയും. ന്യൂസ് 18 കോഴിക്കോട്. പക്ഷേ ഈ മാപ്പപേക്ഷ കൊണ്ടൊന്നും CPM അടങ്ങുന്നില്ല. CPM ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വരികയാണ്. KS ഹരിഹരനെതിരെ CPM വലിയ നീക്കം നടത്തുന്നു. ഹരിഹരന്റെ പരാമർശം ഖേദപ്രകടനത്തിൽ അവസാനിക്കില്ലെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പറഞ്ഞു. ഹരിഹരന്റെ മാത്രം പ്രതികരണമായി ഇതിനെ കാണാൻ കഴിയില്ല. UDF വേദിയിലെ പൊതുവായ പ്രതികരണം ഇതായിരുന്നു. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഇടപെട്ടില്ലെന്നും മ്ലേച്ഛമായ പരാമർശം നടത്തുമ്പോൾ ആസ്വദിക്കേണ്ട ആളാണോ പ്രതിപക്ഷ നേതാവെന്നും P മോഹനൻ ചോദിക്കുന്നു. KS ഹരിഹരന്റെ മാത്രം ഒരു ആത്മനിഷ്ഠമായ പ്രതികരണമായിട്ട് കരുതുന്നില്ല. UDF-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ നടന്ന ഒരു പ്രസംഗമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് RMP-ക്കാരനായ ഏതൊരാൾ ഒരു പ്രസംഗം നടത്തിയെന്നുള്ള നിലയിലല്ല. പ്രസംഗിക്കുമ്പോൾ ആര് വേദിയിലുണ്ട്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വേദിയിലുണ്ട്. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വടകരയിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയുണ്ട്. ഇതുപോലുള്ള ആളുകളെല്ലാം സ്റ്റേജിലിരിക്കെ അല്ലേ ഈ പരാമർശം നടത്തിയത്? ടീച്ചറെയും അതുപോലെ കേരളമെന്നല്ല ഇന്ത്യ മുഴുവൻ സ്നേഹിക്കുന്ന സിനിമാ താരമല്ലേ മഞ്ജു വാര്യർ? അത് അവരെ ഇത്രമാത്രം നികൃഷ്ടമായ നിലയിൽ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളിലൂടെ അധിക്ഷേപിച്ചിട്ട് അതൊരു കേവലം ഒരു നാടിൻ്റെ പ്രതിഷേധമായിരുന്നു എന്ന് കണ്ടപ്പോൾ വളരെ ലളിതമായൊരു
ഒരു ഖേദപ്രകടനത്തിലൂടെ അവസാനിക്കും എന്നാണോ കരുതേണ്ടത്? അതാണോ കരുതേണ്ടത്? എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഇടപെട്ടില്ല? ഇതാണ് CPM-ന്റെ നിലപാട്. അതേസമയം ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്കപ്പുറം നിയമ പോരാട്ടത്തിനും CPM കേന്ദ്രങ്ങൾ ഒരുങ്ങുകയാണ്. ഡിവൈഎഫ്ഐ നേതൃത്വം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹരിഹരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷനും വടകര പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ നിയമപരമായും നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിനും CPM കേന്ദ്രങ്ങൾ ഈ വിഷയത്തിൽ ഒരുങ്ങുന്നു എന്ന പ്രത്യേകതയും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ കരമന അഖിൽ കൊലക്കേസിൽ ഒരാൾ കൂടി ഇന്ന് പിടിയിലായി. മുഖ്യപ്രതികളിൽ ഒരാളായ വിനീതാണ് പിടിയിലായത്. ഇയാളെ ചെങ്കൽച്ചൂളയിൽ നിന്നാണ് പിടികൂടിയത്. നേരത്തെ മറ്റൊരു പ്രതി അപ്പു എന്ന അഖിലിനെയും പിടികൂടിയിരുന്നു. കരമനയിൽ യുവാവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളിൽ പ്രധാനപ്പെട്ട 2 പേർ ആണ് ഇതിനകം പിടിയിലായിട്ടുള്ളത്. അഖിൽ എന്ന അപ്പു, അതോടൊപ്പം തന്നെ വിനീത്. ഈ 2 പേരും സംഘത്തിലുള്ളവരാണ്. ഇവരുടെ CCTV ദൃശ്യങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. യുവാവിനെ കൊലപ്പെടുത്തുന്നതിൽ ഉൾപ്പെട്ട 2 പേരാണ്. ഇനി ഇതിൽ പിടിയിലാകാനുള്ളത് സുമേഷ് എന്ന പ്രതിയാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. അഖിലിനെ ഇന്ന് പുലർച്ചെ തമിഴ്നാട്ടിൽ നിന്നും അതോടൊപ്പം 2ാം പ്രതിയെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നുമാണ് പിടികൂടിയത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലായിരുന്നു. പ്രതികൾ കൊലപാതകത്തിന് എത്തിയ സമയത്ത് വാഹനം ഓടിച്ചിരുന്ന അനീഷിനെ കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് നിന്നാണ് പിടികൂടിയത്. മാത്രമല്ല ഇവർക്ക് ഒത്താശ ചെയ്ത 3 പേർ, ഹരിലാൽ, അതോടൊപ്പം തന്നെ കിരൺ കൃഷ്ണ, ഈ 3 പേരുണ്ട്. ഇതിൽ കിരൺ കൃഷ്ണയും കൊല്ലപ്പെട്ട അഖിലുമായാണ് ഏറ്റവും ഒടുവിൽ ഒരാഴ്ച മുൻപ് തർക്കമുണ്ടായത്. ബാറിൽ വെച്ചുണ്ടായ തർക്കമായിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണമാണ് കൊലപാതകം നടത്തിയത്. കരമനയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിനടുത്തുള്ള കെട്ടിടത്തിലായിരുന്നു ഈ ഗൂഢാലോചന. അതിനുശേഷം വിഴിഞ്ഞത്ത് നിന്ന് ഇവർ വാഹനം വാടകയ്ക്ക് വിളിച്ചു വരികയായിരുന്നു. 3 പേർ യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതിനു പിന്നാലെ പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തു. 2019 അനന്തു എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഇവരെന്ന് തിരിച്ചറിഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. ഈ കേസിൽ ഇവർ ജാമ്യത്തിലായിരുന്നു. ഈ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് പ്രതികൾ, മറ്റുള്ള ആരുടെയെങ്കിലും സഹായം ഇപ്പോഴത്തെ കേസിൽ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നു. ഇനി ഈ കേസിൽ ഈ കൊലപാതക സംഘത്തിൽ ഉണ്ടായിരുന്നതിൽ ഒരാൾ കൂടിയാണ് പിടിയിലാകാനുള്ളത്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ക്രൂരമായ കൊലപാതകമാണ് തിരുവനന്തപുരത്ത് നടന്നത്. സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ 3 പീടികയിൽ യുവാവിനെ നടുറോഡിൽ ആക്രമിച്ച 4 പേർ അറസ്റ്റിലായിരിക്കുന്നു. ആദിത്യൻ, അതുൽ കൃഷ്ണ എന്നിവരെയും പ്രായപൂർത്തിയാവാത്ത മറ്റ് 2 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രിയാണ് പെരിഞ്ഞനം സ്വദേശി അശ്വിന് മർദ്ദനമേറ്റത്. അശ്വിൻ്റെ ഹെൽമറ്റ് സംഘത്തിലുള്ള ഒരാൾ വാങ്ങിയത് തിരികെ കിട്ടാത്തതോടെ മൊബൈൽ ഹെഡ്സെറ്റ് എടുത്തുകൊണ്ടുപോയിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മറ്റൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ അത് എറണാകുളത്താണ്. എറണാകുളം കിഴക്കമ്പലത്ത് കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചെത്തിയവർ ഗൃഹനാഥനെ വീട്ടിൽ കയറി മർദ്ദിച്ചു എന്നതാണ് പരാതി. പെരുമ്പാവൂർ വെങ്ങോലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാഞ്ഞിരമറ്റം വെട്ടിക്കൽ വീട്ടിൽ മാർട്ടിനാണ് മർദ്ദനമേറ്റത്. എറണാകുളം DCC സെക്രട്ടറി ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തു. DCC സെക്രട്ടറിയായ കൊച്ചി സ്വദേശി അമീർ ബാവ, ഷിജു എന്നിവർക്കെതിരെയാണ് കേസ്. ഞാൻ ഒരാളുടെ പലിശക്ക് കൊച്ചിക്കാരൻ അമീർ ബാബ എന്നാണ് കോൺഗ്രസ് നേതാവ് എന്നോട് ഇത്തിരി പൈസ എടുത്തിട്ടുണ്ടായി. എൻ്റെ എക്കോസ്പോർട്ട് എന്ന് പറഞ്ഞൊരു പുതിയ വണ്ടി ഞാൻ വെച്ച് 2.5 ലക്ഷം രൂപ ആദ്യം എടുത്തു. ഇവനായിട്ടുള്ള സൗഹൃദം എന്നോടുള്ളൊരു ബ്രോക്കർ വഴിയാണ് ഞാൻ ഇവനെ കണക്ഷൻ ആക്കണത്. അങ്ങനെ എനിക്കൊരു മെഡിക്കൽ ഷോപ്പിൻ്റെ ഒരു പാർട്ണറായിട്ട് എനിക്ക് ചെയ്യാമെന്നും പറഞ്ഞ് ഇവൻ എന്നെ കൂട്ടി. എൻ്റെ സ്ഥലങ്ങൾ കണ്ടിട്ടാണ് ഇവൻ എൻ്റെ കൂടെ കൂടിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം വന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ, എന്നും നിത്യം പ്രശ്നങ്ങളാണ്. 6 ലക്ഷം രൂപ മേടിച്ചിട്ട് അവൻ 21 ലക്ഷം രൂപ ഇപ്പൊ കൊടുക്കണമെന്നാണ് പറയണത്. അപ്പൊ എനിക്ക് നിവർത്തിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാധാരണ ഞാൻ പൈസ കൊടുക്കാം, എനിക്ക് പൈസ കിട്ടാണ്ട് കുറച്ച് സ്ഥലത്ത് നിന്ന് എനിക്ക് തരാനുള്ള അടുത്ത് നിന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അവധി പറയണത്, അതുകൊണ്ട് ഞാൻ കൊടുക്കാമെന്നും പറയുന്നുണ്ട്. 2-3 പ്രാവശ്യം വന്ന് വീട്ടിൽ ആക്രമിക്കണം. നിവർത്തികേട് കൊണ്ട് ഇന്ന് 9:10 കുന്നത്തുനാട് പഞ്ചായത്തിലെ മറ്റേ 2020 പ്രസിഡന്റ് നിതയും ഇവരും കൂടി വന്ന് എൻ്റെ അടുക്കള വഴി കയറി 5-8 പേരുണ്ടായി.
അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. കാസർഗോഡും സമാനമായ സംഭവം ഉണ്ടാവുന്നു. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ ഭാര്യയ്ക്കും മകനും നേരെ ആസിഡ് ആക്രമണം നടത്തിയ ആൾ അറസ്റ്റിൽ. PV സുരേന്ദ്രനാഥാണ് അറസ്റ്റിലായത്. ഗുരുതരമായി പൊള്ളലേറ്റ ചിറ്റാരിക്കാൽ കമ്പല്ലൂരിലെ PV സിദ്ധുനാഥിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യ ഓടി രക്ഷപ്പെട്ടതിനാൽ സാരമായി പരിക്കേറ്റില്ല. മറ്റൊരു അക്രമ സംഭവം അത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ ജയിൽ പുള്ളിയുടെ സുഹൃത്തുക്കൾ പോലീസുകാരെ ആക്രമിച്ചു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിയെ കാണാനെത്തിയ സുഹൃത്തുക്കളാണ് പോലീസുകാരെ ആക്രമിച്ചത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിതീഷിന് പരിക്കേറ്റു. 3 പേർ ചേർന്നാണ് പോലീസിനെ ആക്രമിച്ചത്. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി 2 പേരെ കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിലേക്ക് പോകുമ്പോൾ കണ്ണൂരിൽ 5 വയസ്സുകാരന് പൊള്ളലേറ്റ സംഭവത്തിൽ കേസെടുത്ത് പോലീസും മനുഷ്യാവകാശ കമ്മീഷനും. അംഗൻവാടിയിൽ നിന്ന് തിളച്ച പാൽ നൽകിയതിനെ തുടർന്ന് 5 വയസ്സുകാരന് പൊള്ളലേറ്റിരുന്നു. പിണറായി കോളോട് അംഗൻവാടി ജീവനക്കാരി V ഷീബയ്ക്കെതിരെയും ആണ് കേസെടുത്തിരിക്കുന്നത്. ചുണ്ടിലും താടിയിലും സാരമായി പൊള്ളലേറ്റ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം. മലയാളിയെ മടങ്ങി വരുമ്പോൾ ഈ വേനൽ ചൂടിനിടയിൽ ഒരു ആശ്വാസകരമായ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് കുഴിനഖ ചികിത്സയ്ക്ക് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ വാർത്ത ന്യൂസ് 18 കേരളമാണ് പുറത്തുവിട്ടത്. സംഭവത്തിൽ വിമർശനമുയർന്നപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ജയേഷ് ചന്ദ്രൻ പങ്കെടുത്തിരുന്നു. കളക്ടർ ഒരു തഹസിൽദാർക്ക് അവധി നിഷേധിച്ചതിനെക്കുറിച്ച് ജയേഷ് ചന്ദ്രൻ ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു. എന്തെങ്കിലും വൈകാരികമായി ഇടപെട്ടതായിരിക്കണമെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ അതിന്റെ സർവീസ് സംഘടനാ നേതാവ് എന്നുള്ള നിലയിൽ കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരൊക്കെ അറിയാവൂ. അത് ശരിയായ കീഴ്വഴക്കമല്ല. അങ്ങനെ ഒരു കീഴ്വഴക്കത്തിന് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. സംഘടനകൾ ശക്തമായ പ്രക്ഷോഭം ഇക്കാര്യത്തിൽ ആരംഭിക്കും. സംഘടനാ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യുന്ന നടപടികൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ജയേഷ് ചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിനെതിരെ കളക്ടർ ജെറോമിക് ജോർജ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി രേഖാമൂലം അറിയിച്ചതോടെയാണ് നടപടി സ്വീകരിച്ചത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറുമായ കളക്ടറുടെ നടപടിയെ വിമർശിച്ചത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് നോട്ടീസിൽ പറയുന്നു. മുൻകൂർ അനുമതിയില്ലാതെ ചർച്ചയിൽ പങ്കെടുത്തത് സർക്കാർ നടപടികളെ വിമർശിച്ചെന്നും പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥന്റെ സ്വബോധത്തെ ചോദ്യം ചെയ്തത് അച്ചടക്ക ലംഘനമാണെന്നും ഇത് റവന്യൂ വകുപ്പിനാകെ അവമതിയുണ്ടാക്കുന്നതാണെന്നും നോട്ടീസിൽ പറയുന്നു. കടുത്ത അച്ചടക്ക നടപടി എടുക്കാതിരിക്കാൻ 15 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് ദേവസ്വം ബോർഡിലെ ഭൂമി ഏറ്റെടുക്കൽ തഹസിൽദാരായ ജയേഷ് ചന്ദ്രനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നാളെ സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്താനാണ് ജോയിന്റ് കൌൺസിലിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം CPM വീണ്ടും ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ്. ഭൂമി കയ്യേറ്റ വിവാദം ഉയരുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ നിന്നാണ്. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടന്റെ കൈവശമുള്ള ഇടുക്കിയിലെ ഭൂമി ഭൂരഹിതർക്ക് വിതരണം നടത്തണമെന്നതാണ് CPMന്റെ ആവശ്യം. കയ്യേറ്റം നടത്തിയ കേസ് നിലനിൽക്കെയാണ് കുഴൽനാടൻ ആ ഭൂമി വാങ്ങിയത്. സമരപരിപാടികൾക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി രൂപം നൽകുമെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറയുന്നു. CPMന്റെ നിലപാട് ഒന്ന്, സർക്കാരിന്റെ ഭൂമി അനധികൃതമായി നിർമ്മിച്ച കയ്യേറിക്കൊണ്ട് നിർമ്മിച്ച റിസോർട്ടിന്റെ ഉടമയായി മാറിയപ്പോൾ മാത്യു കുഴൽനാടൻ ചെയ്യേണ്ടത് ധാർമ്മികമായി 55 സെന്റ് സ്ഥലം സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. അതിന് മഞ്ഞഞ്ഞ ന്യായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് കൃത്യമായ തട്ടിപ്പാണ്, ഭൂമി തട്ടിപ്പാണ്, സാമ്പത്തിക ക്രമക്കേടുണ്ട്. അതുകൊണ്ട് അത് വിജിലൻസ് കേസെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാത്യു കുഴൽനാടൻ ആ ഭൂമി സർക്കാരിലേക്ക് വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കാത്ത നിലപാട് സ്വീകരിച്ചാൽ വളരെ ശക്തമായ സമരം നടത്തി ആ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതരായ ആളുകൾ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇനി അന്തർദേശീയ വാർത്തകളാണ്. കൃഷ്ണേന്ദു നായർ ചേരുന്നു. നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ മഴയ്ക്ക് പിന്നാലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 300ആയി. രാജ്യത്തിന്റെ വടക്കൻ പ്രവിശ്യയായ ബാഗ്ലനെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. കാലാനുസൃതമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 300ഓളം ആളുകൾ മരിച്ചതായാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച രാത്രി വരെ 62 പേർ മരിച്ചതായി താലിബാൻ സർക്കാർ അറിയിച്ചു. ബാഗ്ലാൻ പ്രവിശ്യയിൽ അപ്രതീക്ഷിതമായ കനത്ത മഴയും വെള്ളപ്പൊക്കവും ബാദഖ്ഷാൻ, ഗോർ, ഹെറാത്ത് അടക്കം മറ്റിടങ്ങളിലും ദുരിതം വിതച്ചു. വ്യാപക മരണങ്ങൾക്കൊപ്പം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 200-ലേറെ പേരെയാണ് മിന്നൽ പ്രളയങ്ങളിൽ വീടുകളിലും മറ്റുമായി കുടുങ്ങിക്കിടക്കുന്നത്.
3 പ്രവേശകളിലായി 138 പേർ ആശുപത്രികളിലുണ്ടെന്ന് താലിബാൻ ആഭ്യന്തര മന്ത്രാലയ വക്താവ് അബ്ദുൾ മദീൻ ഖാനി പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് അടിയന്തര സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും പരിക്കേറ്റവരെയും ഒറ്റപ്പെട്ടവരെയും രക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൂര്യനിൽ രൂപപ്പെട്ട അതിഭീമൻ സൗരകളങ്കത്തോടനുബന്ധിച്ചുണ്ടായ സൗരകാന്തിക കാറ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ്. 2 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റാണ് വെള്ളിയാഴ്ച ഭൂമിയിൽ വീശിയത്. ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെയുള്ള ആകാശത്ത് സൗരജ്വാല പ്രത്യക്ഷമാകുകയും ചെയ്തു. കൊടുങ്കാറ്റ് വാരാന്ത്യം വരെ തുടരുകയാണെങ്കിൽ മൊബൈൽ സിഗ്നലുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും പവർ ഗ്രിഡിനെയും ബാധിച്ചേക്കാമെന്നും അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അറിയിച്ചു. ഭൂമിയുടെ 17 മടങ്ങ് വലുപ്പമുള്ള സൗരകളങ്കമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിൽ പലയിടത്തും ഇതിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ വർണ്ണാഭമായ ഔറോറ അഥവാ ധ്രുവദീപ്തികൾ പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. സൗരക്കാറ്റിൽ നിന്ന് വരുന്ന ചാർജിത കണങ്ങൾ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്വാധീനത്താൽ ആകർഷിക്കപ്പെടുകയും ഈ കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളുമായി കൂട്ടിയിടിക്കുകയും ചെയ്യുമ്പോഴാണ് ധ്രുവദീപ്തി അഥവാ ഔറോറ ഉണ്ടാകുന്നത്. റഫേൽ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ മാനുഷിക ദുരന്തം, മുന്നറിയിപ്പുമായി UN മേധാവി. റഫേലെ ഇസ്രായേൽ ആക്രമണം വൻ മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകുന്നു. വ്യാപകമായ അന്താരാഷ്ട്ര മുന്നറിയിപ്പുകളും അഭ്യർത്ഥനകളും അവഗണിച്ചാണ് ഇസ്രായേൽ സൈന്യം റഫയുടെ കിഴക്കൻ സെക്ടറിൽ പ്രവേശിച്ചത്. റഫേൽ സൈനിക നടപടി വിപുലീകരിക്കാൻ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിന് പിന്നാലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. കൂടുതൽ ആളുകളോട് ഒഴിഞ്ഞുപോകാൻ സൈന്യം ആവശ്യപ്പെടുന്നുണ്ട്. തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും ആക്രമണങ്ങൾ വ്യാപകമാണ്. വിവിധ ഭാഗങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. മൃതദേഹങ്ങൾ മാറ്റാനോ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് നീക്കാനോ സംവിധാനങ്ങളൊന്നുമില്ലെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രി മാത്രം 30-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഷിക്കാഗോ ടവറുമായി ബന്ധപ്പെട്ട IRS ഓഡിറ്റ് പോരാട്ടത്തിൽ പരാജയപ്പെട്ടാൽ ട്രംപിന് $100 മില്യൺ നികുതി ബിൽ നേരിടേണ്ടി വന്നേക്കാമെന്ന് റിപ്പോർട്ട്. രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായും TV താരമായും ട്രംപ് തന്റെ അധികാരം ഉപയോഗിക്കുകയും മറ്റ് സ്ഥാനാർത്ഥികളെ പോലെ നികുതി ഫയലിംഗുകൾ പുറത്തുവിടാൻ വിസമ്മതിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് റിപ്പോർട്ട്. രാജ്യത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്ത് ഭീഷണി ഉയർത്തിയാൽ ആണവായുധം നിർമ്മിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖംനേയിയുടെ ഉപദേശകൻ കമൽ ഖറാസി ഇസ്രായേലിനാണ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ആണവോർജ്ജ സംവിധാനങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടാൽ പിന്നെ മറ്റു വഴികൾ ഉണ്ടാവില്ലെന്നും ആണവായുധം നിർമ്മിക്കുമെന്നും കമൽ ഖറാസി അറിയിച്ചു. ഇസ്രായേൽ സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതും ഇറാനിന്റെ പ്രത്യാക്രമണവും കഴിഞ്ഞ മാസം വരെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. ഇനിയൊരു ഇടവേളയാണ്, മടങ്ങി വരാം. മടങ്ങി വരുമ്പോൾ മറ്റൊരു വിവാദ വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്ലസ് വൺ സീറ്റ് വിഷയം ഇന്നും മലബാറിലൊരു തർക്ക വിഷയമാണ്. ലീഗ് അടക്കമുള്ള കക്ഷികൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാറുമുള്ളതാണ്. ലീഗ് വീണ്ടും ഈ വിഷയം ശക്തമായി ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം +2 സീറ്റ് വിഷയത്തിലെ ലീഗിൻ്റെ പ്രതികരണത്തെ വിമർശിച്ച് ഡോക്ടർ KT ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നു. മലപ്പുറത്തോടുള്ള അവഗണനയായ വിഷയത്തെ വ്യാഖ്യാനിക്കുകയാണ് മുസ്ലിം ലീഗ്. ഇതിന് പിന്നിൽ സർക്കാരിനെതിരെ മുസ്ലിം വിരുദ്ധ ചാപ്പകുത്താനുള്ള ശ്രമമാണെന്നാണ് ജലീലിൻ്റെ ആക്ഷേപം. ഹയർ സെക്കൻഡറിയിലെ 20% സീറ്റ് വർധന പുതിയതല്ലെന്നും വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുതെന്നും പോസ്റ്റിൽ ജലീൽ പറയുന്നു. +2 വിഷയത്തിൽ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം സർക്കാരിനെതിരെ ന്യൂസ് 8നോട് പ്രതികരിച്ചിരുന്നു. CV അനുമോദിൻ്റെ റിപ്പോർട്ട് കാണാം. +1 സീറ്റ് വിഷയത്തിൽ മലപ്പുറത്ത് ലീഗ് ഇടതുപക്ഷം ആയിട്ടുള്ള ആ തർക്കം തുടരുകയാണ്. +1-ന് അധികം
സീറ്റുകളല്ല ബാച്ചുകളാണ് വേണ്ടത് എന്ന ആവശ്യമാണ് മുസ്ലിം ലീഗും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം PMA സലാമും അതിനു മുമ്പ് PK കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ ഈ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. കൂടുതൽ സീറ്റുകൾ അനുവദിച്ച് ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഇരിക്കേണ്ടിടത്ത് 65 അതിലധികവും കുട്ടികൾ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. കുട്ടികൾ ഞെങ്ങി പഠിക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. അതുകൊണ്ട് ബാച്ചുകൾ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കുട്ടികളില്ലാത്ത ബാച്ചുകൾ വടക്കൻ കേരളത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ലീഗ് ഉന്നയിക്കുന്നത്. ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുള്ളത്. അതായത് ഇതാദ്യമായിട്ടല്ല ഈ ഒരു സീറ്റുകളുടെ വർധനവ് ഉണ്ടാക്കുന്നത്. അത് 2016 UDF സർക്കാർ ചെയ്തപ്പോൾ സ്വാഗതം ചെയ്തവരാണ് ഇപ്പോൾ LDF സർക്കാർ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തെ മറ്റൊരു വർഗീയമായിട്ട് കണ്ട് അത്തരത്തിലുള്ള വേർതിരിവ് നടത്തരുത്, അത്തരത്തിലുള്ള പ്രചാരണം നടത്തരുത്, വടകര പൂത്തിരി കത്തിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ FB പോസ്റ്റിൻ്റെ തലക്കെട്ട് തന്നെ ദയവ് ചെയ്ത് വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഒരു കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. 25,000-ത്തിലധികം പേർ 2016 പ്രൈവറ്റായിട്ട് +1 രജിസ്റ്റർ ചെയ്തിരുന്നു. 2023 ആയപ്പോഴേക്കും അത് 12,000 ചുരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഇടതുപക്ഷം കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ സ്കൂളുകളിലെ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. നല്ല ക്ലാസ് മുറികൾ, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അത്തരത്തിൽ എല്ലാ തരത്തിലും സ്കൂളുകൾക്ക് മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടിയിരുന്ന് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ ഇടതുപക്ഷ സർക്കാർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സീറ്റ് വർധനവിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുദ്ധപ്രഖ്യാപനമാണ്. അതിലെ അനൗചിത്യം വിവേകശാലികൾ തിരിച്ചറിയണമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ മുസ്ലിം വിരുദ്ധ ചാപ്പ കുത്താനുള്ള നീക്കം ദൗർഭാഗ്യവശാൽ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഈ പ്രശ്നം, അതായത് സീറ്റുകളുടെ കുറവ് ശാശ്വതമായിട്ട് മുഖ്യമന്ത്രി പരിഹരിക്കുമെന്നൊരു ഉറപ്പും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാനം അദ്ദേഹം കുറിക്കുന്നു. അതായത് ഈ ഒരു വിഷയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ആദ്യ പ്രതികരണമായിട്ട് തന്നെ വേണം KT ജലീലിൻ്റെ ഈ FB പോസ്റ്റിനെ കാണുവാൻ. കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ ഉന്നത നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തുടങ്ങാനിരിക്കുന്നുണ്ട്. ഇതിൽ ബാച്ചുകളുടെ വർധനവ് അനിവാര്യമാണ് എന്ന ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോഴാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് വിഷയത്തിൽ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ്. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതികരിച്ച് പാണക്കാട് സാദിഖ് അലി തങ്ങൾ UDF ഭരിക്കുമ്പോൾ ബാച്ചുകൾ വർദ്ധിപ്പിച്ചിരുന്നു. ബാച്ചുകൾ അനുവദിച്ചില്ലെങ്കിൽ സമരം ചെയ്യുമെന്നും സാദിഖ് അലി തങ്ങൾ പറയുന്നു. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ അച്ഛൻ ആക്രി പെറുക്കി കൊണ്ടുവരുന്ന വരുമാനം ചോരുന്ന വാടക വീട്ടിലെ താമസം, പ്രതിസന്ധികൾ ഒരുപാട് മറികടന്നാണ് തിരുവനന്തപുരം കാട്ടക്കട ആമച്ചൽ സ്വദേശി ഫർഹാന +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയത്. കാണാം ആ വിജയഗാഥ. വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നവരാണ് പലരും. എന്നാൽ അത്തരം പ്രതിസന്ധികളെ മനോബലം കൊണ്ട് നേരിടുന്നവർ അത്ര ചെറിയ ആളുകളല്ല. അവരുടെ ചിന്താഗതി, പോസിറ്റീവ് മൈൻഡ്, ഇതെല്ലാം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഫർഹാന, അതായത് +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും കിട്ടിയ ഒരു കുട്ടിയാണ്. വാടക വീട്ടിലാണ് കഴിയുന്നത്. 10 വർഷത്തിലധികമായി വാടകയ്ക്കാണ് ഫർഹാനയുടെ കുടുംബം കഴിയുന്നത്. വളരെ ചെറിയൊരു വീടാണ്, ഓടിട്ട വീടാണ്. ഇവിടെ ചോർച്ചയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും ഉണ്ട്. അച്ഛൻ ആക്രി കച്ചവടം നടത്തിയാണ് കുടുംബം പുലർത്തുന്നത്. ഭൗതിക സാഹചര്യങ്ങളൊന്നും അത്ര മികച്ചതല്ല. എന്നിട്ടും ഫർഹാന നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്ക് കിട്ടി. എങ്ങനെയായിരുന്നു ഈ പഠനമൊക്കെ? എങ്ങനെയായിരുന്നു? സാമ്പത്തികമായിട്ട് അത്ര ഉയർച്ചയൊന്നും അല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും സമയം എന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെയാണ്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും വിജയിക്കും. ഞാൻ എന്റെ സമയത്തിനെ നന്നായി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് എനിക്ക് 1200-ന് 1200 കിട്ടിയത്. പിന്നെ ഉമ്മച്ചി, വാപ്പച്ചി പൈസ ഇല്ലെങ്കിലും അവര് നല്ല സപ്പോർട്ടായിരുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചെയ്തു തരാൻ അവർ പരമാവധി ശ്രമിക്കും. അവരുടെ പ്രതീക്ഷകളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്തരത്തിലൊരു 1200-ന് 1200 വാങ്ങണം, നേട്ടം കൈവരിക്കണം എന്നതിന് ഏറ്റവും കൂടുതൽ ഊർജ്ജമായത്. നമ്മൾ പല കാര്യങ്ങളും വരുമ്പോൾ കാശാണല്ലോ. കാരണം പഠന കാര്യങ്ങളാകുമ്പോൾ കാശിന്റെയൊക്കെ ബുദ്ധിമുട്ട് വരും.
അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ വാപ്പച്ചിയോട് ഒന്ന് പറയുമ്പോൾ? ഉറപ്പായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉറപ്പായിട്ടും ചെലവാക്കിയേ പറ്റുള്ളൂ. അപ്പൊ വാപ്പച്ചി അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. ശ്രമം തന്നെ വലിയൊരു കാര്യമാണ്. വാപ്പച്ചിക്ക് പറ്റില്ലെങ്കിലും വാപ്പച്ചിക്കും അമ്മച്ചിക്കും പറ്റില്ലെങ്കിലും അവര് നന്നായിട്ട് ശ്രമിച്ച് അവരുടെ കഴിവിന്റെ പരമാവധി തന്നിട്ടാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു നല്ല വ്യക്തിയാവുന്നത് 1200 മാർക്ക് വാങ്ങുന്നതിനൊപ്പം വാപ്പച്ചി ഉമ്മച്ചിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതിനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ഒരു നല്ല ഗുണം. നമ്മൾ പഠിച്ചതൊക്കെ എങ്ങനെയാ, ഇതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു പഠിച്ചത്? ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന രാത്രി പഠിക്കാനാണ്. അപ്പൊ നമുക്ക് കാമായിട്ടിരുന്ന് പഠിക്കാം, ബഹളമൊന്നും ഇല്ലാതെ. പിന്നെ ഹാർഡ് വർക്കാണ് മെയിൻ. നമ്മളിപ്പോ പഠിക്കണ്ട എന്ന് തോന്നുന്നെങ്കിലും നമ്മൾ ഒരു നിമിഷത്തേക്ക് നമുക്ക് വേറെ കാര്യങ്ങൾ, ഇപ്പൊ മൊബൈൽ ഫോൺ നോക്കാം, അല്ലെങ്കിൽ TV കാണാം. അതിനേക്കാൾ ഉപരി നമ്മുടെ ലൈഫ് ലോങ് ഉള്ള ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഒരു നിമിഷത്തേക്കുള്ള ഹാപ്പിനെസ്സിനെക്കാളും ലൈഫ് ലോങ് ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ തോന്നും. അമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയൊക്കെ മുഖം ആലോചിക്കുമ്പോഴും പഠിക്കാൻ തോന്നും. പിന്നെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടാണ് പഠിച്ചിരുന്നത്. അതായത് ഇപ്പൊ ഞാൻ 12th പഠിക്കുമ്പോൾ 12th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് ഇരിക്കുന്നു എന്ന് വിചാരിച്ച് അവരെ പഠിപ്പിക്കുന്നത് പോലെയാണ് ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്റെ ടീച്ചേഴ്സ് വലിയ സപ്പോർട്ടാണ് അവര്. ഞാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ കുളത്തുമ്മലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ ടീച്ചേഴ്സ് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അവര് നമ്മളെ മക്കളെ പോലെ കണ്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. സോ എനിക്ക് അവര് വലിയ സപ്പോർട്ടാണ് തന്നത്. അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റി. ഇനി എന്താണ് അടുത്ത പഠനം? എന്താകാനാണ് ആഗ്രഹം? എനിക്ക് ഡോക്ടർ ആകാനാണ് ആഗ്രഹം. നല്ലൊരു കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കണം എന്നതാണ് ആഗ്രഹം. പാലാ ബ്രില്യൻസ് ആണോ ചൂസ് ചെയ്യുന്നത്? അങ്ങനെയാണോ? അതാണ്. ഇപ്പോ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ പാലാ ബ്രില്യൻസിൽ പോയി പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ട്. അപ്പോ ചേച്ചിമാര് അവരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത് ഉറപ്പായിട്ടും കിട്ടും, നല്ലോണം ശ്രമിക്കുക, പാലാ ബ്രില്യൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എങ്കിലും അങ്ങനെ ആ സ്ഥാപനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ഇത് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സഹായം കൂടെ വരട്ടെ എന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? നല്ല മാർക്ക് കിട്ടി. ടീച്ചർമാരൊക്കെ എന്ത് പറയുന്നു? ടീച്ചേഴ്സൊക്കെ വിളിച്ചു, നല്ല അനുമോദനമാണ്. പിന്നെ ഒരുപാട് പേര്, വീടിനടുത്തുള്ള ഒരുപാട് പേര്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ നല്ല ഹാപ്പിയാണ്. അവർക്ക് എന്റെ മാർക്ക് കിട്ടിയപ്പോ അവർക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷം. ഫർഹാനയുടെ പിതാവ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മകളെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. വേറെ ഒന്നും പറയാനില്ല, എല്ലാം അവള് തന്നെ പറഞ്ഞു. നമുക്ക് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ല. ഭൂമിയൊന്നും ഇല്ല. പിന്നെ അവര് പഠിച്ച് ഇതായിട്ട് ഒരു പ്രതീക്ഷ അവരിലാണ്. സന്തോഷമുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. ഫർഹാനയുടെ ഉമ്മയുണ്ട്, എന്താ പറയുന്നു? ഞങ്ങൾക്ക് ഇതിൽ വേറെ അഭിമാനമൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ ചെറിയ പരിമിതിക്കുള്ളതുകൊണ്ടാണ് അവൾ ഇത്രയൊക്കെ വാങ്ങിച്ചേക്കുന്നത്. ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവൾ, എന്നാലും ഞങ്ങൾ അറിഞ്ഞു കൊടുക്കുന്നതാണ് അവള്. എവിടെ പോയാലും വേറൊന്നും അവൾ ചൂസ് ചെയ്യാറില്ല. ഒരു സ്ഥലത്ത് കൊണ്ടുപോയാലും അവൾ ആദ്യം പേന അല്ലെങ്കിൽ പെൻസിൽ, പേന പെൻസിൽ ബുക്ക്, ഇതാണ് ആദ്യം അവള്. ബോക്സ് ഇതൊക്കെയാണ് നോക്കുന്നത്, അതാണ് അവള് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ മാക്സിമം നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് കൊടുത്തിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഇങ്ങനെ പഠിക്കാൻ പറയണ്ടല്ലോ, സ്വന്തമായിട്ട് തന്നെ. നമ്മൾ ഇന്ന് വരെ നമ്മൾ അവളുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അത് അവള് തന്നെയാണ് പഠിക്കുന്നത്. അവളുടെ കാര്യങ്ങളെല്ലാം അവള് തന്നെ. അവൾക്ക് ഒരു നിമിഷം പഠിച്ചില്ലെങ്കിൽ അവൾക്ക് ടെൻഷനാണ്. രാത്രിയൊക്കെ ചിലപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ഉറങ്ങിപ്പോവും. മാക്സിമം അവൾ അലാറം വെച്ചിട്ട് കിടക്കുമെങ്കിലും ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല. അപ്പൊ എന്നാൽ വിളിച്ചില്ലെങ്കിൽ എണീറ്റിരുന്ന് രാവിലെ ഇരുന്ന് കരച്ചിലാണ്. വിളിച്ചില്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ്. അത് ടെൻഷൻ കാണുമ്പോൾ നമ്മള് വിളിച്ചു പോവും. അങ്ങനെയാണ്. പ്ലസ് വൺ ഒക്കെ പോകുമ്പോൾ ട്യൂഷനും അങ്ങനെ ട്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു സാറ് കോർ എന്ന് പറയുന്ന ഒരു ട്യൂട്ടറില്, പിന്നെ സബരിയ അവര് തന്നെയാണ് അപ്പുറത്തുണ്ടാക്കി ഉണ്ടായിരുന്നു. ഒരു മകൻ കൂടെ ഉണ്ടല്ലോ, അനിയനോടാ. എന്തായിരുന്നു മോൻ? ശശിക്ക് നല്ല മാർക്ക് കിട്ടിയില്ലേ? സന്തോഷമാണ്. സന്തോഷം. ശരി. അപ്പോൾ ഫർഹാനയ്ക്ക് 1200-ൽ 1200 മാർക്കാണ്. ഡോക്ടറാവാനാണ് ആഗ്രഹം. ഏതായിരുന്നാലും എല്ലാവിധ ആശംസകളും തുടർന്നും. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഫർഹാനയ്ക്ക് ഇനിയും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 63 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. ഒരു യാത്രക്കാരനെയും സ്വർണം സ്വീകരിക്കാനെത്തിയ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മസ്കറ്റിൽ നിന്ന് വന്ന ഒമാൻ എയറിലെത്തിയ നാദാപുരം സ്വദേശി മുഹമ്മദാണ് 887 ഗ്രാം സ്വർണവുമായി എയർപോർട്ടിന് പുറത്ത് പിടിയിലായത്. സ്വർണം മിശ്രിത രൂപത്തിലാക്കി 3 ക്യാപ്സൂളുകളാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചാണ് കടത്തിയത്. ആഭ്യന്തര വിപണിയിൽ 63 ലക്ഷത്തിലധികം വില വരും പിടിച്ചെടുത്ത സ്വർണത്തിന്.
മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ കൊട്ടാരക്കര പുത്തൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രക്കാരൻ തച്ചൻമുക്ക് സ്വദേശി 22 വയസ്സുള്ള അനന്തുവാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ഹരിയെ ഗുരുതര പരിക്കോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ച വാഹനം നിർത്താതെ പോയതായതും പരാതിയുണ്ട്. അനന്തുവിന്റെ മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ശക്തമായ വേനൽ മഴ ലഭിച്ചതോടെ പാലക്കാടൻ പാടങ്ങളിൽ കൃഷിയൊരുക്കത്തിന് നീക്കം ആരംഭിച്ചു. പാടങ്ങളിൽ ആദ്യഘട്ട ഉഴുതുമറിക്കലാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കടുത്ത വേനലിൽ വെന്തുരുകിയ മണ്ണിലേക്കാണ് വേനൽ മഴ പെയ്തിറങ്ങിയത്. കർഷകർക്ക് ആശ്വാസം പകർന്ന് വേനൽ മഴ എത്തിയതോടെയാണ് കൃഷിയൊരുക്കം. ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന പ്രവൃത്തിയുടെ ആദ്യഘട്ടത്തിലേക്ക് കർഷകർ കടന്നു. ഒന്നോ രണ്ടോ മഴ കൂടി ലഭിച്ചാൽ മണ്ണൊരുക്കാനാവും. ഒരു മഴ കൂടി കിട്ടിയാൽ മാത്രമേ മഴ സുഭിക്ഷമായി കിട്ടിയാൽ നമുക്ക് ഇനി അടുത്ത പഞ്ചേർക്കാൻ ഒക്കത്തുള്ളൂ. ഇതിപ്പോൾ എല്ലാം പൂട്ടിയിട്ട് കഴിഞ്ഞു. ഇനി നമ്പ് എന്ന് പറയുന്ന ഒരു സാധനം അതൊക്കെ മുളച്ച് ഒന്ന് പൂട്ടിയിട്ട് ഒരു മഴ കൂടി കിട്ടിയാലേ എനിക്ക് കൃഷി ആരംഭിക്കാൻ കഴിയുള്ളൂ. ഈ മഴ നല്ലൊരു ആശ്വാസം തന്നെയാണ്. ഇനി ഈ മാസം ലാസ്റ്റോളം മെയ് ലാസ്റ്റ് തുടങ്ങണം. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ മെയ് 19 ഞങ്ങൾ നാറുവായി 20-25 പറിച്ചു നട്ടു. നമ്മളൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഈ പാടങ്ങളൊക്കെ വെള്ളോടി വരുന്ന പാടങ്ങളാണ്. അതുകൊണ്ട് കാലവർഷം പകുതിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ നാറാവണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ പഞ്ച കിട്ടത്തുള്ളൂ. പാടത്തേക്ക് ആവശ്യത്തിന് വെള്ളമെത്തിയാൽ നിലമൊരുക്കി വിത്തെറിയാനാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. 2 ഇടമഴയാണ് പാലക്കാട് ഇതുവരെ ലഭിച്ചത്. ഇടവിട്ട് മഴ ലഭിച്ചാൽ നെൽപ്പാടം ജലസമൃദ്ധമാവും. മഴ പെയ്ത് നീരണിഞ്ഞിരിക്കുന്നു പാലക്കാടൻ പാടങ്ങൾ. ഇനിയും ലഭിക്കണം 1-2 ഇടമഴ. അതിനുശേഷം ഞാറ്റടിയുടെ കാലമാണ്. എന്തായാലും കാലവർഷം കൃത്യസമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകർക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകും. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി പീരുമേട്ടിലെ തൊഴിലാളി ലയങ്ങളുടെ ശോചനീയാവസ്ഥയ്ക്ക് മഴയ്ക്ക് മുമ്പും പരിഹാരമുണ്ടാവില്ല. പതിറ്റാണ്ടുകളായി പേരിന് പോലും അറ്റകുറ്റപ്പണികൾ നടത്താത്ത നിരവധി ലയങ്ങളാണ് ഈ മേഖലയിലുള്ളത്. ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങളിലെ ലയങ്ങളിൽ കഴിയുന്നവരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. ഓരോ മഴക്കാലത്തിനു മുമ്പ് ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേരും. നവീകരണം അടിയന്തരമായി നടപ്പിലാക്കുമെന്ന് ഓരോ വർഷവും പ്രഖ്യാപിക്കുകയും ചെയ്യും. പക്ഷേ പേരിന് പോലും നടപടികൾ ഉണ്ടാകാറില്ല. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും ഏത് നിമിഷവും തകരാവുന്ന ഭിത്തിയും നോക്കി ഭീതിയോടെയാണ് തൊഴിലാളികൾ ഓരോ മഴക്കാലവും തള്ളി നീക്കുന്നത്. കഥവ് പോയി കിടക്ക്, ഓട് போய் கிடக்கு, குசினி பின்னால் கட்டுறோம், எல்லாமே போய் தான் கிடக்கு. மெயின்டெனன்ஸ் செய்யறேன்னு சொல்கிறாங்க, வந்து செய்ய மாட்டுறாங்க. அவங்க இதுக்கெல்லாம் இந்த செஞ்சு தரேன் செஞ்சு தரேன்னு சொல்கிறாங்க. சிமெண்ட் இல்லை, மணல் இல்லை, கட்டளை இல்லை, கதை இல்லை. மழை பெய்யுമ്പോൾ இதுக்காகும். എന്നാ ചെയ്യാനാ, പാത്രമൊക്കെ പറഞ്ഞതിൽ പാത്രമൊക്കെ പിറക്കി വയ്ക്കുക. അങ്ങനെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. എല്ലാം ഇതേക്കാട്ടിലും മോശമാണ് ലൈൻസൊക്കെ ഉണ്ട്. അത്രയും ബുദ്ധിമുട്ടില്ല. ഇടുക്കിയിൽ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് കുടുംബങ്ങളിൽ പലർക്കും ഒരു തുണ്ട് ഭൂമി പോലുമില്ല. ലയങ്ങളിലെ ഏത് നിമിഷവും തകരാവുന്ന ഇടുങ്ങിയ മുറികളിലാണ് വയോധികരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ കഴിയുന്നത്. ലയങ്ങളുടെ നവീകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി പ്രത്യേക പാക്കേജുകൾ ഒരുക്കുകയാണ് ഏക പരിഹാരം. ന്യൂസ് 18 ഇടുക്കി. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ മുതിർന്ന CPM നേതാവ് S. രാമചന്ദ്രപിള്ളയുടെ മകൻ ബിപിൻ ചന്ദ്രൻ അന്തരിച്ചു. അസുഖബാധിതനായതിനെ തുടർന്ന് 3 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 52 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സംസ്ഥാന ആസൂത്രണ വകുപ്പ് വൈസ് ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തു വരികയായിരുന്നു. നാളെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ അന്ധരായ ലോട്ടറി വിൽപ്പനക്കാരെ പറ്റിച്ചു കടന്നു കളയുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്.
അത്തരം കള്ളന്മാരെ എങ്ങനെ പിടിക്കണമെന്ന് കാണിച്ചു തരികയാണ് കോട്ടയം കളത്തിപ്പടിയിൽ കച്ചവടം നടത്തുന്ന റോസമ്മ. കാഴ്ചയില്ലാത്ത തന്നെ പറ്റിച്ചുപോയ കള്ളനെ പെൻ ക്യാമറ വെച്ചാണ് റോസമ്മ കുടുക്കിയത്. കാഴ്ചയില്ലാത്ത മനുഷ്യരെ പറ്റിക്കുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കാഴ്ചയില്ലാത്ത ലോട്ടറി കച്ചവടക്കാരെ പറ്റിച്ചുകൊണ്ട് ലോട്ടറി ടിക്കറ്റുമായി മുങ്ങുന്ന ബിരുദന്മാരെയും നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത്തരം ആളുകളെ പക്ഷെ പലപ്പോഴും പിടിക്കപ്പെടുക കുറവാണ്. പക്ഷേ ഇവിടെ കോട്ടയത്ത് കളത്തിപ്പടിയിൽ ഒരു കാഴ്ചയില്ലാത്ത അമ്മ ലോട്ടറി വിൽപ്പന നടത്തുന്നു. അവരെ പറ്റിച്ചുകൊണ്ട് പതിവായി ലോട്ടറി എടുത്ത് മുങ്ങുന്ന, പണം കൊടുക്കാതെ മുങ്ങുന്ന ഒരു കള്ളനെ പിടികൂടിയ കഥയാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. എന്നോടൊപ്പം ഇവിടെയുണ്ട് അമ്മ. കുറെ കാലമായി ലോട്ടറി കച്ചവടം തന്നെയാണ് അല്ലേ? വീടും പേരും ഒക്കെ? വീട് എവിടെയാ? എന്റെ വീട് ഇവിടെ അടുത്ത് കളത്തിപ്പടി പള്ളിക്കുന്ന്. പേര് റോസമ്മ എന്നാണല്ലേ? എങ്ങനാ ഈ ലോട്ടറി നഷ്ടപ്പെടുന്നു എങ്ങനെയാ തിരിച്ചറിഞ്ഞേ? ഞാൻ നിങ്ങളെ കണ്ടില്ല, അതുപോലെ ഞാൻ എന്ത് ഇടയ്ക്കിടയ്ക്ക് എണ്ണി ഞാൻ കറക്റ്റ് ചെയ്യും. അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്കറിയും. ഇനി കൂടുതൽ ടിക്കറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ എണ്ണി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെ എത്ര കാലമായി മനസ്സിലാക്കി ഇങ്ങനെ പൈസ ഇതിങ്ങ് പോകുന്നുണ്ടെന്ന്? സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് തൊട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ മോഷണം. പക്ഷെ പിടിക്കാൻ തോന്നിയത് ഇപ്പോഴാണ്. അന്നേരം പിടിച്ചു. ഒന്നിട്ട് ഒരാളെ നിയമത്തിന്റെ മുന്നേ കൊണ്ടുവന്നു, അതിന് വേണ്ട ആക്ഷനൊക്കെ എടുത്തു. പിന്നെ ഒരാളെ ഞാൻ തന്നെ പിടിച്ച് ഇച്ചിരി കയ്യേറ്റമൊക്കെ ചെയ്ത് ഉപദ്രവിച്ചു. പക്ഷെ എന്നാലും അയാൾ ഇപ്പോഴും ആ പണി ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെ പിന്നെ ഈ പെൻ ക്യാമറ വെച്ച് പിടിക്കാം, അതാരാന്ന് അറിയാവുന്നുള്ള ഒരു ഐഡിയ എങ്ങനെയാ തോന്നിയത്? അതിപ്പോ ഈ പെൻ ക്യാമറ എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. കാണിച്ചെങ്കിലല്ലേ അതിന്റെ ഐഡിയ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഈ പെൻ ക്യാമറ ഇങ്ങനെ ഡ്രസ്സിൽ കുത്തി വെക്കും അല്ലേ? ഇതിങ്ങനെ ഓണാക്കും. വെറുതെ ഇതിങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങനെ ഓണാക്കിയിട്ട് ക്യാമറ ഇങ്ങനെ താത്തു വെക്കും. എന്നിട്ട് ഇങ്ങനെ ഉടുപ്പലോട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തി വെക്കും. അപ്പം ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ ഇങ്ങനെ കുത്തി വെച്ച് കഴിയുമ്പോൾ 50 മീറ്റർ ചുറ്റളവിൽ എന്ത് സംഭവം നടന്ന് ആരും അറിയാൻ പറ്റും. അങ്ങനെയാണ് പിടിച്ചത്. അങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇപ്പം ഞാൻ തന്നെയല്ല, എൻ്റെ ചുറ്റുവട്ടത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടന്നാൽ ഈ പെൻ ക്യാമറയ്ക്കകത്ത് റെക്കോർഡിംഗ് ആവും, കാണാനും പറ്റും. വീഡിയോ റെക്കോർഡിംഗ്. ഇതിപ്പോ ആരാ ഇത് വാങ്ങി തന്നെയൊക്കെ ചെയ്തത്? ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെ വന്നു? ഐഡിയ എങ്ങനെ, ഞാനിങ്ങനെ സിനിമ കാണുന്ന കൂട്ടത്തില്ല. അപ്പോൾ സീരിയലിനകത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്ന, പിന്നെ അതുപോലെ സിനിമയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നു. അങ്ങനെ പെൻ ക്യാമറ ഉപയോഗിച്ചാൽ നമുക്ക് പിന്നെ ടിക്കറ്റ് കാക്കുന്നവരെ പിടിക്കാൻ പറ്റുമെന്ന് ഫ്രണ്ട്, മലപ്പുറത്തുള്ള ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത്. അദ്ദേഹം പ്രായമുള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ ഒരു മോളെ പോലെ കരുതുന്ന ഒരു മനുഷ്യനാണ്. ഞാനിന്നും ടിക്കറ്റ് പോകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കരിക്കാൻ പറയൊക്കെ ചെയ്യുമ്പോൾ വിളിച്ച് പറയുമ്പോൾ പുള്ളി പറയും, മോളെ ഇങ്ങനെ പെൻ ക്യാമറ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ട് നീ അത് മേടിച്ച് വെക്കുക, ഇപ്പം നമുക്ക് ആരാണെങ്കിലും പിടിക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് ഇങ്ങനെ പോയപ്പോ പിന്നെ നമ്മള് എണ്ണി നോക്കിയപ്പോ ഇങ്ങനെ മൊബൈൽ ഇത് കണക്ട് ചെയ്ത് നോക്കിയല്ലേ ആ വീഡിയോയിൽ ആരാ ഉള്ളതെന്ന്? അതെ. അല്ല, ഞാൻ ടിക്കറ്റ് കാണാതെ പോയപ്പം ഞാൻ പിന്നെ പെൻ ക്യാമറ വെച്ച് അവരെ പിന്നെ 2 പ്രാവശ്യം അവർ പെൻ ക്യാമറ വെച്ച് കഴിഞ്ഞ് 2 പ്രാവശ്യം കൂടി അവർക്ക് എടുക്കാനുള്ള സമയം ഞാൻ കൊടുത്തു. അവരെടുത്തു എന്നുള്ള കൃത്യമായി കഴിഞ്ഞപ്പോൾ പെൻ ക്യാമറ കണക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അവരവിടുന്ന് മനസ്സിലായി. പരാതി കൊടുത്തില്ലേ? അതെന്താ? പരാതി കൊടുത്തില്ല. അത് കൊടുക്കാൻ എന്നാന്ന് ചോദിച്ചാല് അവരെന്നോട് മാപ്പ് പറഞ്ഞപ്പം പിന്നെ എനിക്ക് പരാതി കൊടുക്കാൻ തോന്നിയില്ല. വലിയ മനസ്സാണ്. അല്ല, അത് എന്റെ മനസ്സല്ല, ദൈവസ്നേഹം എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. കാരണം നമ്മളോട് ഒരാൾ മാപ്പിന് വേണ്ടി കഴിയുമ്പോൾ നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നില്ല ചെയ്യേണ്ടത്. അവരുടെ അതിന്റെ പൈസ മേടിച്ചോ? പൈസ മേടിച്ചില്ല. അതെന്താ പൈസ മേടിക്കണ്ടെന്ന് തോന്നിയേ? കാരണം പൈസ മേടിക്കണ്ടെന്ന് തോന്നിയ വേറൊന്നും കൊണ്ടല്ല. അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ഒന്നും വേണ്ട. പലപ്പോഴായിട്ട് അമ്മ ടിക്കറ്റ് എടുത്തോണ്ട് പോയി. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ഒന്നും വേണ്ട, പക്ഷെ നിങ്ങൾ ചെയ്ത് തെറ്റ് മനസ്സിലാക്കി നിങ്ങൾ തെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറണം.
അങ്ങനെ പിന്മാറുമെന്നാണോ ഒരു വിശ്വാസം തോന്നുന്നത്? അതെ, പുള്ളി കഴിഞ്ഞിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിരുന്നു. അതിനുശേഷം വന്നു. കഴിഞ്ഞിടയ്ക്കെന്ന് പറഞ്ഞാൽ നല്ലവനായിട്ടാണ് വന്നത്. പിന്നെ പൈസയൊക്കെ തന്നു അല്ലേ? ഇല്ല, തന്നില്ല. അതല്ല, പിന്നീട് വാങ്ങിയോ? ടിക്കറ്റ് വാങ്ങിയോ? ഇല്ല, അന്ന് വന്നു. ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായപ്പോഴത്തേനും പത്രത്തിലും ചാനലുകാരും ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ പുള്ളി കഴിഞ്ഞിടയ്ക്ക് വന്നിരുന്നു. എൻ്റെ അടുത്ത് വന്നേച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ നിയമത്തിൻ്റെ മുന്നേ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാൻ, ഞാൻ തെറ്റ് ചെയ്തതല്ലേ, എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്, ഞാൻ നിയമത്തിൻ്റെ മുന്നേ വരണമെങ്കിൽ വരാം, എൻ്റെ പേര് പറഞ്ഞ് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും നിങ്ങൾ തെറ്റേറ്റ് പറഞ്ഞല്ലോ, നിങ്ങൾ നല്ല മനുഷ്യനാകാൻ തീരുമാനിച്ചല്ലോ. ഈ മറ്റ് സംസ്ഥാനത്ത് പലയിടത്തും ഇങ്ങനെ ആളുകൾ ഈ കാഴ്ചയില്ലാത്ത മനുഷ്യരെ ഇങ്ങനെ പറ്റിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് ഇത് വരുമെന്ന് തോന്നുന്നുണ്ടോ? പലരും എന്നെ വിളിച്ച് ഭയങ്കര വിരട്ടല. കാരണം അവരെന്നോട് ചോദിക്കുന്നത്, നീ എന്നെ പരിപാടിയാണ് കാണിച്ചത്, ടിക്കറ്റ് പോയപ്പോൾ നിനക്ക് കംപ്ലൈൻറ്റ് ചെയ്തുകൂടായിരുന്നോ, അവരെ പിടിച്ചതല്ലേ, പിടിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റിയില്ല, നീ എന്തിനാ പിന്നെ മദർ തെരേസ എന്നൊക്കെ ചോദിച്ചു എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഈ കാഴ്ചയില്ലാത്തവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്നാലും നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ ചെയ്തത് തന്നെയാണ് ശരിയെന്നാണ് അല്ലേ? 100%. എന്തായാലും ഈ അമ്മയുടെ വളരെ വിശാലമായൊരു മനസ്സുകൂടിയാണ് ഇതിൽ കാണുന്നത്. ഈ കള്ളനെ പിടിച്ചെങ്കിൽ പോലും അയാൾ തെറ്റുതിരുത്താൻ തയ്യാറാകുക എന്നുള്ളതാണ് സമൂഹത്തിൽ വലിയ ആവശ്യമായി അവർ ചൂണ്ടിക്കാണിക്കുക. കേവലം ഒരു ശിക്ഷ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതാണ് വലിയ ശിക്ഷ എന്നവർ ഫലത്തിൽ മനസ്സിലാക്കുകയാണ്. കാരണം അയാൾ കുറ്റബോധം കൊണ്ട് വീണ്ടും ഇവിടെ എത്തിയത് കൂടി പരിഗണിക്കുമ്പോൾ അത് തന്നെ വേണം മനസ്സിലാക്കാൻ. കോട്ടയം കളത്തിപ്പടിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുരസുന്ദരി ദേവീ ക്ഷേത്രത്തിൽ പുതിയതായി 3 ദേവീ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഒറ്റ വെണ്ണക്കല്ലുകളിൽ കൊത്തിയ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിക്കുക. ആദിപരാശക്തി ദേവി, ദേവിയുടെ കാവൽക്കാരായ ദുർഗ, രാജമാതങ്കി, സിംഹം, നന്ദികേശൻ എന്നിവരാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി ഇന്നലെ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചു. ജൂലൈയിൽ രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നെത്തുന്ന 100ഓളം സന്യാസിമാരുടെയും പുരോഹിതന്മാരുടെയും കാർമ്മികത്വത്തിൽ ദേവീ വിഗ്രഹങ്ങളുടെ പ്രാണപ്രതിഷ്ഠ നടത്തും. ദ്വാരകാ മഠത്തിൽ നിന്നെത്തുന്ന കൃഷ്ണദേവാനന്ദഗിരി മഹാരാജ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ക്ഷേത്ര മുഖ്യ കാര്യദർശി MS ഭുവനചന്ദ്രൻ പറഞ്ഞു. ഇനി നോക്കാം സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6725, പവന് 53,800. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5595, പവന് 44,760. വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോഗ്രാമിന് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 PM പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. എന്ന അഖിൽ